ഹായ് കൂട്ടുകാരെ, നമുക്ക് ക്രിസ്മസിന് നല്ലൊരു അടിപൊളി കുക്കീസ് ഉണ്ടാക്കാം. നല്ല മഞ്ഞ് പോലെ ഇരിക്കുന്ന സ്നോബോൾ നമുക്കത് ഉണ്ടാക്കാം. സ്നോബോൾ കുക്കീസിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 200 ഗ്രാം മൈദ, 100 ഗ്രാം ബട്ടർ, 100 ഗ്രാം പഞ്ചസാര, 50 ഗ്രാം കാഷ്യൂനട്ട്, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്ക് 100 ഗ്രാം പഞ്ചസാര പൊടിച്ചത് ഇതിനകത്തേക്ക് ഇടാം. പിന്നീട് അതിലേക്ക് 100 ഗ്രാം ബട്ടർ, വാനില എസൻസ് നമുക്ക് ആദ്യം ഒന്ന് സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. നല്ലപോലെ മിക്സായി നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ മൈദ, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആദ്യം സ്പീഡ് കുറച്ചിട്ടിട്ട് നമ്മൾ മിക്സാക്കിയാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള മൈദയും കൂടിയും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. അത്രയും കട്ടി മതി. ഇത് നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഡോ ഒരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെ ഡോ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്രയും കട്ടി മതി നമുക്ക്. ഓക്കെ, ഇത് നമുക്കിനി ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്കെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ബോളുകളെല്ലാം റെഡിയായി. നമ്മളിതിപ്പോൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. 150 ഡിഗ്രിയിലാണ് നമ്മളിപ്പോൾ ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ കുക്കീസ് നമുക്ക് റെഡിയാകും. നമ്മുടെ ഈ ബോളുകളെല്ലാം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് മാറ്റാം. ഒരു 10 മിനിറ്റ് ടൈം സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം 12 മിനിറ്റാണ് ഇപ്പോൾ ഇതിന് വേണ്ടി വന്നത്. ഓരോരുത്തരുടെയും ഓവൻ്റെ ചൂടനുസരിച്ചിരിക്കും കുക്കീസ് റെഡിയാവാൻ. ഇതിനിപ്പോൾ 12 മിനിറ്റാണ് വേണ്ടി വന്നത്. ഓക്കെ, ഇത് നമുക്ക് നന്നായി തണുത്തതിന് ശേഷം ഈ പഞ്ചസാര പൊടിച്ച് വെച്ചത്, കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചതാണിത്, അതിനകത്തേക്ക് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്യാം. ഈ പഞ്ചസാര പൊടിയിൽ ഇതിങ്ങനെ ഇട്ട് റോൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്നോ ബോൾ റെഡിയാവുന്നത്. പൊടി മുകളിൽ വരുമ്പോൾ നല്ല സ്നോ പോലെ ഇരിക്കും. ഇത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന കുക്കീസാണ്. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കുക്കീസാണ് സ്നോബോള്. ഇതാ നമ്മൾ സ്നോബോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുള്ള കുക്കീസാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇത് ട്രൈ ചെയ്യില്ലേ?